ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കുന്നത് ഇതുപോലെ ചപ്പാത്തി, ബ്രെഡ്, ദോശ, പൂരി എന്നിവയ്ക്കൊക്കെ പറ്റിയ ഒരു സ്റ്റഫ് ഐറ്റമാണ്. ചിക്കനും വെജിറ്റബിളും ഒക്കെ ചേർത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കടായിൽ അല്പം എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനാണ് ചേർക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണേ. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിന് എടുക്കാവുന്നതാണ്. എണ്ണയുടെ നടുക്കോട്ടിടുക. ഒരു 15-20 സെക്കൻഡ് നേരത്തേന് ഇളക്കുകയോ ചെയ്യരുത്. അതേ ചൂടിൽ തന്നെ വയ്ക്കുക. മാംസത്തിൻ്റെ അടിഭാഗം ഒന്ന് വെള്ളയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടിക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇളക്കരുതെന്ന് പറഞ്ഞത്. ഇനി ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കനെല്ലാം ഒന്ന് വെള്ളയായിട്ടുണ്ട്, ഒന്ന് പകുതിയോളം ഒന്ന് കുക്കായിട്ടുമുണ്ട്. ഇനി തീ കുറച്ചിടുക. ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി വളരെ കുറച്ചിടുക. ഇതാകുമ്പോൾ കളറും കിട്ടും, കുറച്ച് നല്ല ടേസ്റ്റ് കൂടാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇത് ഈ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ. ആ പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് പോയിട്ടുണ്ട്. ഇനിയാണ് ടൊമാറ്റോ കെച്ചപ്പോ സോസോ ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ആ മധുരത്തിനും പുളിക്കും അനുസരിച്ച് ചേർക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ആ സോസിൻ്റെ ഒക്കെ വെള്ളമയമൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. പകുതി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി പിസ്സ സീസണിങ് പൗഡറാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഒറിഗാനോ മാത്രമായിട്ടുള്ള പൗഡർ ചേർക്കുക. അതും ഇല്ലെന്നുണ്ടെങ്കിൽ പെരുജീരകം മാത്രമായിട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഈ പിസ്സ പൗഡറിനാണ് നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക മണവും ഉണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലവണ്ണം വഴന്ന് ആ ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്ലിപ്പായിട്ടൊക്കെ പോകണം. ഇങ്ങനെ തെന്നി പോകുന്ന ഒരു പരുവത്തിലോട്ട് വഴറ്റിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാവുന്നതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം കൂടെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലൊക്കെ ഏറ്റവും ടേസ്റ്റ് പിസ്സ പൗഡറാണ്. സോസൊക്കെ നല്ലവണ്ണം വഴന്ന് ഇങ്ങനെ സ്ലിപ്പായി പോയി തുടങ്ങിയതിന് ശേഷം വേണം പച്ചക്കറികൾ ചേർക്കാനായിട്ട്. സവാള നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. അതേപോലെ തന്നെ ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. ഏത് പച്ചക്കറിയാണോ കൂടുതൽ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഈ സോസിനകത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ട് വേവിച്ചെടുക്കുക. വേവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ലവണ്ണം വഴറ്റിയെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇല്ല ക്രഞ്ചി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്കാക്കി എടുക്കുക. ഞാനിവിടെ ഇപ്പം ഹാഫ് കുക്കാക്കിയാണ് എടുക്കുന്നത്. മൂടിയൊന്നും വെക്കേണ്ട. ഈ സോസും പിസ്സ പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഹാഫ് കുക്കാക്കി എടുക്കുക. ഇനി ഒരല്പം കുരുമുളക് പൊടി ചേർക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തവിയിലെടുത്ത് നോക്കുമ്പോഴത്തേന് തവിയിലൊന്നും സോസ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. സോസൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കിട്ടണേ. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ചപ്പാത്തിയിലോ ബ്രെഡിലോ പൂരിയിലൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ റോളാക്കി എടുത്തുകൊണ്ട് പോകാൻ നല്ലൊരു റെസിപ്പി കൂടിയാണ്. പിന്നെ ഗരം മസാലയൊക്കെ ഇടുന്നതിലൊക്കെ നല്ല ടേസ്റ്റ് പിസ്സ സീസണിങ് പൗഡറോ ഒറിഗാനോ മാത്രമായിട്ടുള്ള പൗഡറോ ചേർക്കുന്നതാണ്. അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ആ ഫ്ലേവർ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.